നമസ്കാരം, ഞാൻ വിഷ്ണു. സിസ്റ്റമാറ്റിക് ടൈൽസ് ഫ്ലോറിംഗ് ഐഡിയാസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് നമ്മുടെ ടൈൽ ചെയ്യുന്ന ടൈല് വൈബ്രേറ്ററാണ്. അതായത് ഗമ്മിലൊക്കെ ചെയ്യുമ്പോൾ ടവൽ ചെയ്തതിനു ശേഷം ടൈലിനെ ചിറ്റിക കൊണ്ട് ഹാമർ കൊണ്ട് അടിക്കാണ്ട് വൈബ്രേറ്റ് ചെയ്ത് യൂറോപ്സ് ഒക്കെ ചെയ്യുന്ന രീതിയാണ് വൈബ്രേഷൻ. വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ആ വൈബ്രേറ്റർ മെഷീനാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മെഷീൻ എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ അവസ്ഥ എന്നാണ് നമ്മൾ നോക്കുന്നത്. അൺബോക്സ് ചെയ്യാം. ഈ മെഷീൻ വന്നേക്കുന്നത് ഒരു നല്ലൊരു ബോക്സിലാണ്. ഈ ബോക്സ് ഹാൻഡിലൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ ഈസി ഹാൻഡിലിങ്ങിനൊക്കെ പറ്റിയ മെഷീൻ ബോക്സാണ്. അതിൽ ഇതുപോലുള്ള രണ്ട് ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിങ്ങനെ വിരിച്ചിട്ട് ഈ സാധനത്തിന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ വൈബ്രേറ്റർ മെഷീൻ. അപ്പോൾ ഈ മെഷീൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെക്ഷൻ കപ്പ് ഉണ്ട്. സെക്ഷൻ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 ടൈൽ വരെ നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് 2x2 ഫുൾ ബോഡി ടൈലാണ്. ഈ ടൈലിനെ നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇത് ഈസിയാണ്. ഇത് നമുക്ക് പൊക്കി നോക്കാം. ഇത് കൊണ്ടോ എന്നറിയുമ്പോൾ കണ്ടോ, ഈ സാധനം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാളൊക്കെ 2x2 ആണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. ബാത്റൂംസ് ആയാലും ഇതൊക്കെ ആയാലും വാള് 2x2 അതുപോലെ തന്നെ 2x4 ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗമ്മൊക്കെ ചെയ്തതിന് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വാളിലേക്ക്. അപ്പോൾ ഈ സെക്ഷൻ പറയുന്നത് ഇതിന്റെ സിസ്റ്റം, അതായത് ഇതിന്റെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ബാറ്ററിയിലുള്ള സ്വിച്ചിലാണ്. ഈ സ്വിച്ചിൽ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആവും. കണ്ടോ, ഇതിൽ 3 ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. അതായത് അതിന്റെ സ്പീഡിന്റെ ക്വാളിറ്റി അത് കാണിക്കുന്നത് കണ്ടോ. സ്വിച്ചിൽ ഒരു ഞെക്കൂടി ഞെക്കുമ്പോൾ ഇവിടെ ഒരു കളർ ചെയ്തു, അടുത്ത ഞെക്കിൽ ഇവിടെ കണ്ടോ ഇവിടെയും കളർ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്പീഡിന്റെ വേരിയേഷൻ ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ഇതിലാണ്. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതിനെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് 1ലാണ് നമ്മൾ ഇടുന്നത്. കണ്ടോ, ചിറ്റിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 1ാമത്തെ സ്പീഡിൽ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. ഇനി കുറച്ചും കൂടി സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രസ് ആവാനുണ്ട് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് 2ലേക്ക് ഇട്ട് കൊടുത്തിട്ട് വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്താൽ നല്ല പ്രഷറിൽ വൈബ്രേറ്റ് ആവാനും ടൈല് കംപ്ലീറ്റ് വോളിലായാലും ഫ്ലോറിലായാലും ടൈലും ഗമ്മും തമ്മിൽ കൂട്ടി പിടിക്കാനും വോളും തമ്മിൽ കൂട്ടി പിടിക്കാനും പണിയുടെ പെർഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട്. പല ആൾക്കാരും ഞാൻ പറഞ്ഞു ഈ ടൈലുകൾ വെച്ചിട്ട് എയർ ഗ്യാപ്പ് ഉണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ടൈലിനെ ഫ്ലോറിലായാലും വോളിലായാലും ഗമ്മ് ചെയ്തതിന് ശേഷം വെച്ച് കഴിഞ്ഞിട്ട് ഹാമർ കൊണ്ട് തട്ടണത് പരമാവധി എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പശ ഫുള്ളായിട്ട് ലെവലായിട്ടുണ്ടാവില്ല. അതുപോലെ ആ ടൈൽസിൽ ഫുള്ള് അല്ലെങ്കിൽ വോളിൽ ഫുള്ള് ലെവലായിട്ട് നിൽക്കണം. എന്നാലാണ് നമുക്ക് എയർ ഗ്യാപ്പ് ചെയ്യാണ്ടിരിക്കുക. അതിനാണ് നമ്മൾ ഈ ടവലുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ടവല് നേരെ വലിച്ചിട്ട് അത് പ്രസ് ടൈൽ വെച്ചതിന് ശേഷം ഈ വെച്ച് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എയർ ഗ്യാപ്പ് പോവും. എയർ ഗ്യാപ്പ് പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിൽ പിന്നെ പൊള്ളപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ വലിയ ടൈലുകളൊക്കെ നമ്മൾ 8.4 6.4 ടൈലുകൾ എടുത്തിട്ട് ചിറ്റിയുകൊണ്ട് അവിടെ ഓരോരുത്തരുകൊണ്ട് ഈ ടൈല് ഫുള്ള് ഫ്ലോർ ഫിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് മുടക്കി ടൈൽ എടുക്കുമ്പോൾ അത് ചെയ്യുന്ന മെഷീനുകളും നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ വേണം. അല്ലാണ്ട് 200-300 രൂപ സ്വർഗിക്കുന്ന ടൈലുകൾ എടുത്തിട്ട് ഈ 250 രൂപ കൊണ്ട് കിട്ടുന്ന ചിറ്റിയെ കൊണ്ട് ഇടിക്കുമ്പോൾ ആ ടൈൽസിനുണ്ടാവുന്ന ഡാമേജും ഇതൊക്കെ ഒഴിവോ. വൈബ്രേഷൻ കൊണ്ട് ഒരിക്കലും ആ ടൈലിന്റെ സ്ക്രാച്ച് വീഴാനോ അതുപോലെ തന്നെ ടൈല് പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഹാമറുകൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക് ഹാമർ ഉപയോഗിക്കണം. അതും നല്ല കമ്പനി ബ്രാൻഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ അതിനുള്ള ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിക്കില്ല. ഇപ്പോഴും ഇരുമ്പിന്റെയും അല്ലെങ്കിൽ ലോക്കല് വളരെ വില കുറവിന് കിട്ടുന്ന ചിറ്റികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈല് തരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ടൈലിന്റെ ഈ വൈബ്രേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട്
എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിൽ പിടിക്കാനുള്ള സാധ്യത കുറയും, പൊള്ളപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വൈബ്രേഷൻ ഉപയോഗിക്കുന്നത്. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ലൂബ്രിക്കേഷൻ സ്റ്റാമ്പിന്റെ ആ ഒരു അവസ്ഥ കറക്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്ത് എയർ ഹോളിലേക്ക് അവിടേക്ക് സ്റ്റാമ്പില്ല. അപ്പൊ അതിനാണ് നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഉപയോഗിക്കുന്ന രീതി നിങ്ങളുണ്ടോ, ഈ ഒരു ബാറ്ററി കൊണ്ട് നമുക്ക് ഒരു ദിവസത്തിനധികം ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഇത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ ബാറ്ററിയുടെ ലൈഫ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പരമാവധി ഇതുപോലുള്ള സിസ്റ്റമാറ്റിക്കലി ആയിട്ട് ടൈൽ ചെയ്യാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ സിസ്റ്റമാറ്റിക്കലി ടൈൽ ചെയ്യുമ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് അതുപോലെയുള്ള പെർഫെക്ഷൻ ഉണ്ടാവും, അപ്പുറം ഭംഗി ഉണ്ടാവും. മറ്റ് സാധാരണ രീതിയിൽ, അതായത് പണ്ട് ചെയ്ത പോലെ രൂപത്തിന്റെ ടൈൽ എടുത്തിട്ട് വെറുതെ പൈക്കലിൽ തള്ളി ഇരിക്കുമ്പോൾ നമ്മൾ ചിറ്റി കൊണ്ട് കൂട്ടിയാൽ മതി. പക്ഷെ ഇപ്പോൾ 4-ന്റെ ടൈലുകൾ എടുത്ത് ചെയ്യുമ്പോൾ ഗമ്മിനാണ് നമ്മൾ ചെയ്യുന്നത്, ട്രാവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അത് കറക്റ്റായിട്ട് പശയും ടൈലും തമ്മിലുള്ള ഒരു പിടുത്തം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി വൈബ്രേഷൻ ഇതുപോലുള്ള ടൂൾസുകൾ ഉപയോഗിക്കണം. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം, ഈ വൈബ്രേറ്റർ മെഷീന്റെ. അപ്പൊ ഈ മെഷീൻ ഇനി നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഈ മെഷീൻ നമ്മൾ നല്ലൊരു സ്ലാബ് വിരിക്കുന്ന വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഇത് ഇപ്പൊ മാർക്കറ്റില് സുലഭമായിട്ട് അവൈലബിൾ അല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി കോസ്റ്റ്ലിയാണ്. നമ്മള് വില തീരെ കുറവാണെന്ന് ചിന്തിക്കേണ്ട, അത്യാവശ്യം വലിയ പിടിപ്പുള്ള ഒരു ടൂളാണത്. പക്ഷെ നമുക്ക് നല്ല ടൈലുകൾ ചെയ്യണമെങ്കിൽ, അതായത് അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള ടൈലുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചേ പറ്റൂ. എന്നാലാണ് നമ്മുടെ വർക്കിനുള്ള പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഇതുപോലുള്ള സിസ്റ്റമാറ്റിക്കലായിട്ട് ടൈൽ ചെയ്യാൻ പറ്റുന്ന ടൂൾസുകളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷം നല്ല വലിയ വർക്കുകളൊക്കെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും പണ്ടതിന് ശേഷം ടൈല് ഇത്രയും വിലവെടുപ്പുള്ള ടൈല് മോശമായി പോയിട്ട് നമ്മളോട് പല ആൾക്കാരും പരാതി പറയുന്നുണ്ടാവാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് ഇല്ലാത്ത ആൾക്കാരും നല്ല രീതിയിൽ പണിയുന്ന ആൾക്കാരുണ്ട്, അവരെ ഞാൻ കുറ്റം പറയുന്നത് സിസ്റ്റമാറ്റിക്കലി ആയിട്ട് എങ്ങനെ ടൈല് ചെയ്യും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിത് പറഞ്ഞത്. ഇത് ചിറ്റേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ല, അവരൊന്നും ഒന്ന് പങ്കാളിയിട്ടുണ്ട്. ചിറ്റേക്ക് ചെയ്താൽ കുഴപ്പമൊന്നും ചോദിക്കില്ല. ചിറ്റേക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചിറ്റേക്ക് ചെയ്തോ. പക്ഷെ സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ടൂൾസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റുള്ള ടൈൽസിന്റെ പണിക്കാരും വർക്കേഴ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ടൂൾസുകൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും നമ്മൾ ഇതൊക്കെ എടുത്ത് പണിത് നമ്മുടെ നമ്മൾ ടൈൽസ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സ് ആണ്. മറ്റുള്ളവരുടെ പോലെ അല്ലെങ്കിൽ സാധാ ഒരു ലേബർ വർക്കേഴ്സിനെ പോലെ നമ്മളുടെ വർക്ക് അത്രയും കോസ്റ്റ്ലി ഉള്ള മെറ്റീരിയൽ നമ്മൾ അത്രയും ഭംഗിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സ്കില്ല് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കേഴ്സാണ്. സ്കിൽഡ് വർക്കേഴ്സിന് അതിൻ്റെതായ ടൂൾസുകളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പരമാവധി ആൾക്കാർ ടൈൽ പണിയുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ടൂൾസും നമ്മൾ മേടിച്ച് വെച്ചാൽ ശ്രമിക്കുക. അപ്പോൾ ഇനിയും നല്ല ഇതുകൊണ്ട് എട്ടാനാളിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കാണണം. അപ്പോൾ ഈ ചാനൽ മോഡിൽ നിങ്ങളെല്ലാവരും പറയണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് ടൈലിങ്ങിന്റെ പുതിയ രീതി, പുതിയ ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ ലൈക്കൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു.